തലശ്ശേരി രൂപതയ്ക്ക് പുതിയ മൈനർ സെമിനാരി. വെള്ളരിക്കുണ്ടിലൊരുക്കിയ പുതിയ മൈനർ സെമിനാരി കെട്ടിടം തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ചു. പ്രത്യാശയുടെ വാതായനവും തലശ്ശേരി അതിരൂപതയുടെ ഹൃദയവുമാണ് വെള്ളരിക്കുണ്ട് സെന്റ് ജോസഫ് മൈനർ സെമിനാരി എന്ന് തൃശൂർ അതിരൂപതാധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിൽ വെള്ളരിക്കുണ്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സെന്റ് ജോസഫ് മൈനർ സെമിനാരിയുടെ ആശീർവാദവും ഉദ്ഘാടന കർമ്മവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. നല്ല മനുഷ്യരാകുന്നതിലൂടെയും ഈശോയോട് ഏറ്റവും വിശ്വസ്തരാകുന്നതിലൂടെയുമാണ് ഫലപ്രദമായ ജീവിത വിജയം നേടാനാകുന്നതെന്നും അഭിവന്യ പിതാവ് പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. മനോഹരമായ കാലാവസ്ഥയും ആഴമേറിയ വിശ്വാസവുമുള്ള വെള്ളരിക്കുണ്ടിലെ മണ്ണ് മൈനർ സെമിനാരിക്കു വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി അഭിവന്യ പിതാക്കന്മാർക്ക് സ്വീകരണവും തുടർന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ച സമൂഹബലിയും നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ബിഷപ്പ് എമറിറ്റസ് മാർ ജോർജ് ഞർലക്കാട്ട്, മാനന്തവാടി രൂപത സഹായമെത്രാൻ മാർ അലക്സ് താരമംഗലം എന്നിവരും വികാരി ജനറൽമാർ, ഫെറോന വികാരിമാർ തുടങ്ങി 100ഓളം വൈദികരും ദിവ്യബലിയിൽ സഹകാർമ്മികരായി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ മാർ ജോർജ് ഞർലക്കാട്ട്, മാർ അലക്സ് താരമംഗലം, തലശ്ശേരി അതിരൂപത വികാരി ജനറൽമാരായ മോൺസിന്യോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ, മോൺസിന്യോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി, വെള്ളരിക്കുണ്ട് ഫെറോന വികാരി ഫാദർ ജോൺസൺ അന്ത്യാംകുളം, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അബ്ജലി FCC, ഫാദർ ഡോക്ടർ ജോർജ് കരോട്ട്, ഫാദർ ആന്റണി തെക്കേമുറി, ജോഷുവ ഒഴുകിയിൽ എന്നിവർ പ്രസംഗിച്ചു. പ്രോട്ടസ്റ്റന്റ് ലൂസ് മോൺസിന്യോർ ആന്റണി മുതുകുന്നേൽ സ്വാഗതവും റക്ടർ ഫാദർ ഡോക്ടർ തോമസ് മേൽവട്ടം നന്ദിയും പറഞ്ഞു. 65 വർഷമായി തലശ്ശേരിയിൽ പ്രവർത്തിച്ചിരുന്ന സെമിനാരിയാണ് ഈ അധ്യയന വർഷം മുതൽ വെള്ളരിക്കുണ്ടിലേക്ക് മാറ്റിയത്.